ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറേ ആയി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും. അപ്പോഴേക്ക് എനിക്ക് ഇട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് പിന്നെ ഒരു മടി തുടങ്ങലാണ് കേട്ടോ. അങ്ങനെ മടി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ വെക്കേഷനൊക്കെ ആണല്ലോ, എല്ലാവരും അവധിക്കാലമൊക്കെ സൂപ്പറായിട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളത് ഇത് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ഇവിടെ അടി പിടിയൊക്കെ ഉണ്ടാവലുണ്ട്. ഏതായാലും നമ്മളെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ രാവിലെ തന്നെ നമ്മളിതാ ചായ കുടിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ദുവാബിയാണ് ചായ കുടിക്കുന്നത്. ഇവിടെ പത്തിരിയും അതേപോലെ തേങ്ങ അരച്ച ചിക്കൻ കറിയുമാണ്. ദുവ നേരെ തന്നെ എണീക്കും കേട്ടോ. അതുകൊണ്ട് ഓൾക്ക് നേരത്തെ ചായ കിട്ടണം. മീൻ അങ്ങനെയല്ല, ഓൾ ഉറക്കമൊക്കെ തീർത്ത് ഒരു 8:30-9 മണി വരെ ഓൾ ഉറങ്ങും കേട്ടോ. അതുകൊണ്ട് പിന്നെ പതുക്കെ ചായ കുടിക്കുള്ളൂ. അപ്പം ഞാൻ വേഗം ദുവാബിക്ക് പത്തിരിയൊക്കെ മുറിച്ചിട്ടെടുത്തു. ഓൾക്ക് വേഗം ചായ കിട്ടണം. അതുകൊണ്ട് ഓളത് പിന്നെ കഴിഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ മീനേനെ നീപ്പിച്ച് ഓള് പല്ലൊക്കെ തേച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടാളും കൂടി കേട്ടോ ചായ കുടിക്കുന്നത്. ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ദുവൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കട്ടോ. ഞാനും എന്നല്ല, ഞങ്ങൾ മൂന്നാളും കൂടി കളിക്കട്ടോ. ഓള് വണ്ടി എടുത്തോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റോള് കട്ടേ എന്തെങ്കിലും കളിക്കുമോ, കുറച്ച് നേരം കളിക്കട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓലോ എന്തെങ്കിലും കളിയിലോ അല്ലേ കുറച്ച് നേരം ഫോണൊക്കെ കണ്ടിരിക്കുമോ അങ്ങനെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കളിപ്പിച്ചതിന് ശേഷം ഞാൻ കിച്ചണിൽ കയറി. അപ്പോൾ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ, വണ്ടിൻ്റെ ഒക്കെ സൗണ്ട്. ഞാൻ ഉള്ളിൽ പോയി സൗണ്ട് എടുത്താലും ബാക്ക്ഗ്രൗണ്ടിൽ ഈ വണ്ടികളൊക്കെ സൗണ്ട് അടിച്ച് കയറുന്നുണ്ട്. എത്ര ഞാൻ നോക്കിയിട്ടും അത് പോകുന്നില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഇറിറ്റേഷൻസൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അങ്ങനെ പാത്ര കൈകളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഒരു പേക്ക് ഉപ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കുറച്ച് ദിവസമായി ബോട്ടിലാക്കി വെക്കണം വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉപ്പിടുന്ന പാത്രമൊക്കെ ഞാൻ കേകി വെച്ചത്. അപ്പോൾ ഉപ്പിടുമ്പോൾ എന്തായാലും വെള്ളം നന്നായിട്ട് വറ്റണമല്ലോ, അല്ലാതെ ഉപ്പിട്ടാൽ അലിഞ്ഞു പോകുമല്ലോ വെള്ളത്തിൻ്റെ ഇതുണ്ടെങ്കിൽ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഇട്ടാന്ന് വിചാരിച്ചു. അങ്ങനെ പൊട്ടിക്കാതെ വെച്ച ഉപ്പായിട്ട് പൊടിയുപ്പ് അങ്ങനെ വേഗം അതിലേക്കാക്കി. പക്ഷേ പകുതിയേ അതിൽ കൊള്ളുള്ളൂ. അങ്ങനെ പകുതി ഞാൻ അടുത്ത് തന്നെ ആക്കി വെച്ച് തീരുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ഞാൻ അതൊക്കെ അടിച്ച് അതിൻ്റെ യഥാസ്ഥാനത്ത് വെച്ചിട്ടോ. കുറച്ച് കല്ലുപ്പും ഉണ്ട്, അതിൻ്റെ പാത്രം ഉണങ്ങിയില്ല, അതുകൊണ്ട് അതും അങ്ങനെ അവിടെ വെച്ചതാണ്. പിന്നെ വീണ്ടും കളിയിൽ തന്നെയാണ്. കുറച്ച് നേരം അവിടെ നിന്ന് ഇരുന്ന് കളിക്കും. അപ്പോഴേക്കും ഒരു തല്ലോടൽ തുടങ്ങും കേട്ടോ. ഇതുമൊക്കെ എന്ത് ആക്കി കൊടുത്താലും മീനിൻ്റെ പോയി എടുക്കുന്നൊരു പ്രവണത ഉണ്ട്. എത്ര ഞാൻ ഓളെ തരം മാറ്റി വെച്ചാലും രണ്ടാൾക്ക് 2 സെക്ഷനൊക്കെ ആക്കി കൊടുക്കും. പക്ഷേ വീണ്ടും എന്ത് ചെയ്യും, ദുവ വന്നിങ്ങോട്ട് മറ്റോളെ ബുദ്ധിമുട്ടാക്കും. അപ്പോൾ മറ്റോക്കും വാശി കൂടി, പിന്നെ അടിയായി പിടിയായി കരച്ചിലായി. അങ്ങനെ ഇവർ രണ്ടാളും നന്നായിട്ട് കളിച്ചിങ്ങനെ ആസ്വദിച്ചിങ്ങനെ കളിക്കുകയാണ്. ഞാനതിങ്ങനെ കണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങ് കളിച്ചോളല്ലോ, അപ്പോൾ എൻ്റെ പണി അങ്ങ് തീർക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കിച്ചണിൽ വന്ന് ഇന്നിപ്പോൾ ഉച്ചക്കലേക്ക് നമുക്ക് മന്തിയാണ് കേട്ടോ വെക്കുന്നത്. ചിക്കൻ മന്തി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഇന്ന് എന്തോ ഒരു മടി. ഇന്നലെ നല്ല മീനും കറിയും പിന്നെ അതേപോലെ ഉപ്പേരിയും വറുത്ത മീനൊക്കെ ഉണ്ടായിന് കേട്ടോ. ഇന്ന് എന്തോ ഒരു മടി പിടിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ മന്തിയാണല്ലോ, അപ്പോൾ വേഗം തന്നെ അതാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എന്താ വില കൂടെ കളിക്കുകയല്ലേ, ഫോണിൽ കണ്ടിരുന്ന് അങ്ങനെ സമയം പോകുന്ന അറിയേയില്ല. മക്കൾ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഓല പുറകായതുകൊണ്ട് സമയം തീരെ തികയായാണ് കേട്ടോ. എന്നാലും ഫ്രീ ടൈമൊക്കെ കിട്ടുന്നുണ്ട്. ഉള്ള സമയത്ത് എന്തെങ്കിലും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടെ കളിക്കുക. അങ്ങനെ സമയമൊക്കെ പോകുന്നു കേട്ടോ. വെക്കേഷനൊക്കെ ഇങ്ങനെ അവിടെ പോവുക. അങ്ങനെ ചോറിലേക്കുള്ള ഓരോന്നും ഇട്ടിട്ടോ ഞാൻ. അപ്പോഴാണ് മാഗി ക്യൂബ് നോക്കുമ്പോൾ ഒരു പീസേ ഉള്ളൂ, ഒരു കട്ട മാത്രം. അപ്പോൾ ഞാൻ പകുതി അതിലേക്കിട്ട് പകുതി ചിക്കനിലേക്ക് ഇടാമെന്ന് വിചാരിച്ച്. ജസ്റ്റ് ഒരു ടേസ്റ്റിനെങ്കിലും കുറച്ച് വേണമല്ലോ. അങ്ങനെ അതും അതിലിട്ട് ബാക്കി ഞാൻ അവിടെ വെച്ചിട്ടോ. പിന്നെ ഞാൻ അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കുതിർക്കാനിട്ട് വെള്ളം പാർന്നിട്ടു. അതിന് മുമ്പ് ഞാൻ ചിക്കനും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഐസ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് അലിയട്ടെ വിചാരിച്ച്. അപ്പോൾ അതാ നമ്മളെ വെള്ളം തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് അരി ഇടണം. അപ്പോൾ ഞാൻ തിളക്കട്ടെ വിചാരിച്ച് വില പോയി നോക്കിട്ടോ. അപ്പോൾ ഇത് ഒറ്റ കഴിക്കണം ഇപ്പോൾ കളി, കാരണം രണ്ടാളും അടിച്ച് പിരിഞ്ഞിട്ടുണ്ട്. മീനെ നല്ലോണം ഒക്കെ സെറ്റാക്കി വെച്ചേ. അപ്പോഴേക്ക് ദുവ അവിടെ വന്ന് അലങ്കോലാക്കിട്ടോ. അപ്പോൾ ഒക്കെ എന്നെ സ്വന്തം കളിക്കണം പറഞ്ഞിട്ട് പിന്നെ കച്ചറ ഉണ്ടാക്കി. അപ്പോൾ പിന്നെ ആരെങ്കിലും ഒരാൾ തോറ്റെടുക്കല്ലാതെ നിവർത്തില്ലല്ലോ. അപ്പോൾ പിന്നെ മീനങ്ങ് ഒഴിഞ്ഞു പോയിട്ടോ. എന്താ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആളെന്താ ഓളെല്ലാം നിരത്തിയിടും, അത്രയേ ഉള്ളൂ. ഒക്കെ നിരത്തിയിട്ട് വലിച്ച് വാരി എറിഞ്ഞാൽ ഒക്കെ ഒരു സമാധാനം, വേറൊന്നും ചെയ്യൂല. അങ്ങനെ ഏതായാലും ഞാൻ കുറച്ച് നേരം നോക്കിയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും കിച്ചണിൽ കയറി.
അപ്പോൾ നമ്മളെ കുക്കിങ്ങും അതിൻ്റെ ഇടയിൽ നടക്കണമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അരി. ഇനിയിപ്പോൾ അതിലിടാനുള്ള സമയമായിട്ടുണ്ട്. വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കഴുകി അതിലേക്ക് ഇടുകയാണ്. ഇനി എന്താ പറയുക, ഞാൻ തട്ടിക്കൂട്ട് മന്തി ആട്ടോ ഉണ്ടാക്കുന്നത്. വലിയ സംഭവമാക്കി ഉണ്ടാക്കണമെന്നില്ല. കാരണം ഞാനും മക്കൾ തന്നെയല്ലേ ഉള്ളൂ, ഞങ്ങൾ കഴിക്കാൻ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് മന്തി, അത് നമ്മളെ കയ്യിൽ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇന്നലെയൊക്കെ നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നല്ല ചൂടൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. മഴ പെയ്ത അന്ന് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ, കിടന്നുറങ്ങാനൊക്കെ. പിന്നെ ഇപ്പോൾ ഇതാ വീണ്ടും നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഇനി മഴ പെയ്യായിരിക്കും അല്ലേ, വേനൽ മഴ എല്ലായിടത്തും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാനിത് അരി അതിലേക്ക് ഇടുകയാണ് കേട്ടോ. പിന്നെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ചിക്കൻ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ഐസ് പോയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് അതിൽ മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ വെക്കണം. കുക്കറിൽ വെക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കുക്കറിൽ എന്തോ ഒരു പ്രശ്നം വന്നു. ഗീസിൻ്റെ കുക്കറിന് വിസിൽ വരുന്നില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ അത് റെഡിയാക്കണം. അപ്പം തൽക്കാലം കുക്കർ അല്ലാതെ വെക്കുകയാണ് കേട്ടോ. കുക്കറിൽ വെക്കാൻ പെട്ടെന്ന് പണി കഴിയാനും എന്തായാലും വേണ്ടില്ല. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ മസാലയൊക്കെ പുരട്ടി, അതായത് കുറച്ച് മുളക് പൊടിയും പിന്നെ നമ്മളെ മാഗി ക്യൂബും ഉപ്പും അതേപോലെ ക്യാപ്സിക്കൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മളെ പാനിലേക്ക് ഒന്ന് വെച്ചെടുക്കുകയാണ്, ഓയിൽ ഒഴിച്ചിട്ട്. അപ്പോൾ അതിങ്ങനെ കുക്കായി വന്നോളൂ. കാര്യം എന്തായാലും കാണാൻ വലിയ ഗുമ്മില്ലെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സൈഡായിട്ട് ഞാൻ അങ്ങനെ മയോണൈസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അതൊന്നും പിന്നെ മിനക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ മയോണൈസിനോടൊന്നും. അപ്പോൾ ഞാൻ കെച്ചപ്പ് ഉണ്ടായിരുന്നു, ടൊമാറ്റോ കെച്ചപ്പ്, അത് സൈഡായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് അങ്ങനെ സലാഡ് അങ്ങനെ കിട്ടണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ. മന്തി ഉണ്ടായാലും ചിക്കനും റൈസും കൂട്ടി ഞാൻ കഴിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഒറ്റക്കാകുമ്പോൾ എല്ലാത്തിനും ഒരു മടിയാണല്ലോ, കൂട്ടത്തിലാകുമ്പോൾ എല്ലാം ഉണ്ടാക്കും. ഉമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാ വിഭവങ്ങളും ഉണ്ടാക്കും. ഇതൊറ്റക്കാകുമ്പോൾ പിന്നെ പണി ചെറുതായിട്ട് എന്താ പറയുക, പണി വേഗം തീരട്ടെ വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് തട്ടിക്കൂട്ടുണ്ടാക്കും. അങ്ങനെ ഞാൻ പാൻ വെച്ച് അതിൽ ചിക്കനും വെച്ച് അത് കുക്കാക്കാൻ വെച്ചിട്ട്, അപ്പോഴേക്ക് നമ്മളെ റൈസ് കുക്കായി വന്നിട്ട് അത് ഊറ്റി വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ദുവാനെ കുളിപ്പിച്ച് ഓൾക്ക് ഫുഡ് ആക്കി വെച്ചിട്ടുണ്ടായിട്ട് അത് കൊടുക്കുകയാണ്. ഓൾക്ക് സാധാരണ വെള്ളം തുറന്നിട്ടിട്ട് ബക്കറ്റിൽ ഇങ്ങനെ ഇരിക്കലൊക്കെ ഉണ്ടായിന് കേട്ടോ. ഇന്നിപ്പോൾ അതൊന്നും ചെയ്തില്ല. ഇന്നലെ ഞാനൊക്കെ മഴ പെയ്തുകൊണ്ട് നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഇപ്പം ചൂട് കുറച്ച് കുറഞ്ഞപ്പോൾ പിന്നെ വെള്ളത്തിലധികം കളിച്ചില്ല കേട്ടോ. പിന്നെ കൂടുതൽ വെള്ളം കളിച്ചാൽ പണി പാടുമെന്ന് ചോദിച്ചിട്ട് പിന്നെ ഞാനങ്ങനെ ഇരുത്തിക്കാനും നിന്നില്ല. വേഗം തന്നെ ഓളെ കുളിപ്പിച്ചൊക്കെ സെറ്റാക്കി. അപ്പോഴേക്ക് നമ്മളെ ചിക്കനൊക്കെ വെന്ത് ഞാൻ ഒന്ന് സ്മോക്ക് ചെയ്യിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ഇതുണ്ടായിരുന്നു, മറ്റേ ചാർക്കോളില്ലേ, ചാർക്കോൾ നല്ല അതിന് പറയൽ, അതുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് കത്തുന്നേയില്ല, കുറേ നേരം അതിന്മേൽ ഞാൻ പണിയെടുത്തിട്ടോ. എത്രയായിട്ടും അത് കനലായി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് വന്നപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു, ഒന്ന് സ്മോക്കായി വരാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താണെന്നറിയില്ല, അനങ്ങുന്നില്ല, സ്മോക്ക് വരുന്നതന്നെയില്ല കേട്ടോ. ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, പക്ഷേ ചെറുതായിട്ടേ വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ ഒന്ന് കത്തിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്റ്റൗവിൽ പിന്നെ വീണ്ടും വെച്ചിട്ടോ. അതിന് ശേഷം കത്തി വന്നിട്ടുണ്ട്. അതിന് കത്തി വന്നപ്പോൾ പിന്നെ അങ്ങനെ പുക വന്ന്, അപ്പോൾ പിന്നെ ഒരു സമാധാനം. സ്മോക്ക് ചെയ്യുമ്പോൾ വേറെ ടേസ്റ്റാണ് കേട്ടോ. മന്തിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു വിധത്തിലൊക്കെ കത്തി കിട്ടി. അങ്ങനെ ഞാൻ കുറച്ചുകൂടി ഓയിലൊക്കെ ഒഴിച്ചപ്പോൾ പിന്നെ ഞാൻ മൂടി വെച്ചിട്ടോ. മൂടി വെച്ചതിന് ശേഷമാണ് നന്നായിട്ട് സ്മോക്ക് വന്നിട്ടുണ്ട് അതിന്. പിന്നെയെന്ന് വെച്ചിട്ട് അതിന് പാകമായിട്ടുള്ള ഒരു അടപ്പ് എൻ്റെ കയ്യിലില്ലേ കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു പ്ലേറ്റ് തന്നെയുള്ളൂ, അത് പകുതി അതിലേക്ക് ഇറങ്ങി കിടക്കുകയാണ്. പിന്നെ തീയൊക്കെ അങ്ങ് കെട്ടുപോയിട്ടോ. അപ്പോൾ പിന്നെ പുക വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഓപ്പൺ ചെയ്തപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി സ്റ്റൗവിൽ തന്നെ വെച്ച്, പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കേൾക്കാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കേക്ക് വെച്ച്. അപ്പോഴേക്ക് നമ്മളെ മീനെ കുളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ് വേഗം പിന്നെ ബാത്റൂമിൽ കയറി, ഞാൻ പാത്രം കഴുകി വരുമ്പോഴേക്ക് അപ്പോഴേക്ക് നമുക്ക് ഫുഡ് കഴിക്കാറുണ്ട്. ഫുഡ് എന്ന് വെച്ചാൽ 10 മണിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം കേട്ടോ. ഓൾക്ക് ഒരു 11:30 ഒക്കെ ആകുമ്പോഴേക്ക്. അപ്പോൾ ഞാൻ ഇതൊക്കെ പിന്നെ മുത്താറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഞ്ഞിയൊന്നും വെച്ചാലും കുടിക്കില്ല. ഓക്കെ എന്തെങ്കിലും എന്താ പറയുക സ്വീറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ വേണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ പൈനാപ്പിളും വത്തക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വത്തക്കനോടാണ് വലിയ ഇഷ്ടം. വത്തക്ക ഞാൻ അങ്ങനെ കൊടുക്കില്ല. അപ്പോൾ 2 ദിവസം കൊടുത്തതിന് ശേഷം നല്ല തുമ്മലും അലർജിയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താകുമെന്ന് അറിയില്ല. ലാസ്റ്റ് കുറച്ച് പീസ് ഉണ്ടായിരുന്നു, അതേതായാലും കഴിക്കട്ടെ വിചാരിച്ച്. പിന്നെ തണുപ്പാണല്ലോ, ഫ്രിഡ്ജിൽ വെച്ച പാടെ തന്നെ കഴിക്കാൻ അറിയുമ്പോൾ അങ്ങനെ പിന്നെ ഓക്കാവൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ വേഗം തൊടിക്കാനുണ്ടായി. ഞാൻ എല്ലാ ദിവസവും ഡെയിലി തൊടിക്കുന്നത് കൊണ്ട് വലിയ വൃത്തികേടൊന്നുമില്ല. എന്നും ഫ്ലോർ ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കലുണ്ട് കേട്ടോ. അങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി കുളിക്കാൻ പോവാണ്. കുളിച്ചിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ.
അങ്ങനെ ഞാൻ വേഗം കുളിച്ച് വന്നു. അപ്പോഴേക്ക് ഇതുവക്ക് ഫുഡ് കഴിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയം 1:15 കറക്റ്റ് സമയമാണ് കേട്ടോ ഫുഡിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ. ലഞ്ച് ഞങ്ങൾ കറക്റ്റാണ് 1:15 1:30 ഉള്ളിൽ ഞങ്ങൾ ഫുഡ് കഴിക്കും. അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും 9 മണീൻ്റെ ഉള്ളിൽ. അങ്ങനെയാണ് ഇവിടുത്തെ ഇത്. ഞങ്ങളും മക്കളും ആകുമ്പോൾ കറക്റ്റ് എനിക്ക് അങ്ങനെ ഓരോ സമയമുണ്ട് കേട്ടോ. കാരണം എൻ്റെ ആ സമയത്ത് തന്നെ എല്ലാം കഴിയണമെന്നുള്ളൊരിതാണ്. ഓരോന്നിനും ഓരോ ടൈമാണ്. അങ്ങനെ ഞാൻ ഓക്കുള്ള ഫുഡ് ഞാൻ വിളമ്പുകയാണ്. പിന്നെ ഒറ്റയ്ക്ക് അങ്ങ് കഴിച്ചോളൂ, ബാക്കി കൊടുത്താലും ഞാനിങ്ങനെ ഉരുളാക്കി വെച്ച് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഓൾ സ്വന്തം അങ്ങ് എടുത്ത് കഴിച്ചോളൂ. അങ്ങനെ ഞാനതൊക്കെ മിക്സാക്കി ഓക്കുള്ള ഫുഡൊന്ന് റെഡിയാക്കി കൊടുക്കാം. എനിക്ക് ഞാൻ പിന്നെ എനിക്ക് നിസ്കരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ലോഹറ് നിസ്കരിച്ചിട്ട് അങ്ങനെ രണ്ടാൾക്ക് ഒന്നിച്ച് കഴിക്കാൻ വിചാരിച്ചിട്ട് ഓക്ക് പിന്നെ ഞാൻ വിളമ്പി കൊടുത്തില്ല. അപ്പോൾ ഞാൻ നിസ്കരിക്കുമ്പോഴേക്ക് ആൾ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളമ്പി കൊടുത്ത് ഞാനും എല്ലാം എന്ത് ചെയ്ത് പിന്നെ നിസ്കരിക്കാൻ പോയിട്ടോ. നിസ്കരിക്കാൻ പോയി വന്നപ്പോഴാണ് അലമ്പ് മൊത്തം കാട്ടിക്കൂട്ടി കണ്ടത്. കാരണം ഞാൻ രാവിലെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചോറിനായാലും ഞാൻ കൊടുക്കുകയാണെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കലില്ല. ഓള് സ്വന്തം നീ കഴിച്ചിട്ട് ഓളങ്ങ് പോവലുണ്ട് കേട്ടോ. ഇതിപ്പോൾ വന്ന് നോക്കുമ്പോൾ അതാ ഫുള്ള് നിലത്തും പിന്നെന്താ കോപ്പയിലുള്ള വെള്ളമൊക്കെ പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് അതൊക്കെ മിക്സ് ആക്കിയിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ ഞാൻ കൊടുത്ത ചോറൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് കുറച്ച് 2 പിടിയായിട്ട് അങ്ങനെ ആക്കിക്കാഞ്ഞതാണ്. അങ്ങനെ ഏതായാലും കുറച്ച് നേരം അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഉറങ്ങാൻ പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മൾ വീഡിയോ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോസൊക്കെ ഞാൻ വീണ്ടും വരും. അതുവരേക്കും ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.